തൃശൂരിൽ മഴ കനത്ത നാശമാണ് വിതച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ വെള്ളം കയറി കോടികളുടെ ഉപകരണങ്ങൾ തകരാറിലായി. 3 കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഓടകൾ കൃത്യസമയത്ത് വൃത്തിയാക്കാത്തതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. വെള്ളക്കെട്ടിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇപ്പോഴും വീണ്ടും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇത് അശ്വിനി ആശുപത്രിയുടെ കാഷ്വാലിറ്റിയാണ്. ഈ മേഖലയിലെല്ലാം തന്നെ ഇന്നലെ വെള്ളം വലിയ തോതിൽ കയറിയിരിക്കുകയായിരുന്നു. ഏകദേശം ഈ പാട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു. ഈ ലെവലിലാണ് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കാഷ്വാലിറ്റിയുടെ അകത്ത് തന്നെ ഉള്ള ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ പലതും ഇവിടെ നിന്ന് വെള്ളം ഉയരുന്ന സമയത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുകയും അതിനോടൊപ്പം തന്നെ രോഗികളെ ഇവിടെ നിന്നും ആ സമയത്ത് തന്നെ മാറ്റുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ വളരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റ്സൊക്കെ ഞങ്ങൾ നഷ്ടം വന്നു. പിന്നെ 2018 കൂടുതൽ ഇതായിട്ട് 2020 ഇത്രയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2020 കൂടുതലാണ് ഞങ്ങൾ പെട്ടെന്ന് 2018 ഇത്ര വെള്ളം കയറി ഇല്ല, ഇത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി. നിമിഷ സാധനങ്ങൾ കൊണ്ടാണ് വെള്ളം കയറി ആകെ ഞങ്ങളുടെ മെയിൻ സാധനങ്ങളായ ഏറ്റവും മെയിൻ സാധനം പോർട്ടബിൾ വെന്റിലേറ്റർ, അതിൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി. ഫ്രിഡ്ജ് എല്ലാം പോയി, വെന്റിലേറ്റർ ട്രോളി ഞങ്ങളുടെ എല്ലാം പോയി. അതുപോലെ ഞങ്ങളുടെ കുറേ എമർജൻസി മെഡിസിനൊക്കെ ഇനി തപ്പി കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം. എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം എല്ലാം പോയി കിടക്കുകയാണ്. ഫോർട്ട് മോനിഷ എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇന്നലെ വെള്ളം കയറിയത്. 4 കാറുകൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ 4 എണ്ണം ഉണ്ടായിരുന്നു. ഈ 4 എണ്ണവും ഈ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. മുകളിലത്തെ നിലയിൽ നിന്ന് ആളുകൾക്ക് താഴെ ഇറങ്ങി വന്ന് ഈ കാറൊന്ന് മാറ്റാനായി പോലും സമയം കിട്ടാത്ത അത്രയ്ക്കും വേഗത്തിലായിരുന്നു ഇതിലൂടെ എല്ലാം തന്നെ വെള്ളം കയറിയതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. അവിടെ നിന്ന് ഒരു ഗഷ് ഓഫ് വാട്ടറാണ് വന്നിരുന്നത്. നമ്മൾ ഡാമൊക്കെ തുറന്നു വിടുമ്പോൾ വന്ന പോലെ വെള്ളം എങ്ങനെയെങ്കിലും ഇവിടെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്ന് നമ്മൾ കോർപ്പറേഷനിലും കൗൺസിലറുടെ അടുത്തൊക്കെ പറഞ്ഞതാണ് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യണമെന്ന്. 7 വീടുകളാണ് ഇപ്പോൾ വരെ നമുക്ക് പാർഷ്യലായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അത് ചില പഞ്ചായത്തുകളിലാണ്. കോർപ്പറേഷൻ ഏരിയയിൽ ചില വാർഡുകളിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങുകളിലും ഒരു ഹോസ്പിറ്റലും വെള്ളം കയറിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലുണ്ടായ ആ വെള്ളക്കെട്ട് ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേട് മൂലമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുളവാഴകളുമായി നഗരസഭയിലേക്ക് പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം ആരംഭിച്ചത്. കൊണ്ടുവന്ന കുളവാഴകൾ അത് കോർപ്പറേഷനകത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഈ സമരം നടത്തുന്ന ഈ സമയത്ത് പോലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി, ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. കെടുകാര്യസ്ഥത കൊണ്ടാണ്, CPM കെടുകാര്യസ്ഥത കൊണ്ടാണ്, മേയറുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ വെള്ളം കയറിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കാന ശുചീകരണമെല്ലാം തന്നെ വൈകിയത് എന്ന ഒരു നിലപാട് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യമെല്ലാം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയോട് തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ചോദിക്കുകയുണ്ടായി. എന്തായാലും അടുത്ത മഴയ്ക്ക് മുൻപേ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം തൃശ്ശൂരിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.